മക്കളെ, പ്രാർത്ഥനയെക്കുറിച്ച് അച്ഛൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരട്ടെ. ശ്രദ്ധിക്കണേ, ദൈവമേ എൻ്റെ വഴിയിലേക്ക് നീ വരണമേ എന്നുള്ളതല്ല പ്രാർത്ഥന. ദൈവമേ നിൻ്റെ വഴിയിലേക്ക് ഞാനിതാ വരുന്നു എന്നുള്ളതാണ് പ്രാർത്ഥന. എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ളതല്ല പ്രാർത്ഥന. നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യ പ്രമേയം. പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യത്തെ നശിപ്പിക്കുന്ന കാഴ്ചകളെയും കേൾവികളെയും സംസാരങ്ങളെയും സൗഹൃദങ്ങളെയും വിനോദയാത്രകളെയും നമ്മൾ മനഃപൂർവ്വം മാറ്റി നിർത്തിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക. എല്ലാ തിരക്കും എല്ലാ കാര്യങ്ങളും തീരുമ്പോൾ ദൈവത്തിൻ്റെ മടിയിലേക്കൊന്ന് വീഴാൻ നിൻ്റെ മനസ്സിനെ ഒന്ന് പരിശീലിപ്പിക്കാമോ? പ്രഭാതത്തിൽ ഉണരുമ്പോഴും രാത്രി കിടക്കുമ്പോഴും യേശുവിൻ്റെ മടിയിലേക്കൊന്ന് വീഴാൻ നിൻ്റെ ശരീരത്തെ ഒന്ന് പരിശീലിപ്പിക്കാമോ? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വളർച്ച യഥാർത്ഥമായ വളർച്ചയല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. യഥാർത്ഥമായ പ്രാർത്ഥന ഹൃദയത്തിനും ശരീരത്തിനും സന്തോഷവും ഉന്മേഷവും ആനന്ദവും പകരുന്നതാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.